ഹലോ. അസ്സലാമലൈക്കും. അസ്സലാം. ഞാൻ മഞ്ചേരി നിന്നാണ്, ഒരു സമസ്ത പ്രവർത്തകനാണ്. പറയ്. നിങ്ങൾ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, എന്താ അവസ്ഥ? പങ്കെടുക്കുന്നില്ല, നേരത്തെ തീരുമാനമില്ലല്ലോ. ഇപ്പൊ പങ്കെടുക്കുന്നുണ്ട് ഇനി? ചർച്ചകളിലൊക്കെ പലതും വാർത്തകളിലൊക്കെ വരും. അത് ഉസ്താദുമാരും പാണക്കാട് തങ്ങന്മാരും ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങളൊക്കെ തീരുമാനിക്കും. ആ തീരുമാന പ്രകാരം കാര്യങ്ങൾ നടക്കും. അല്ല, ഇപ്പൊ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ? അത് ഞാൻ പങ്കെടുക്കുന്നില്ല തീരുമാനിക്കുന്നത് ചർച്ചകളുടെ പര്യവസാനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവും. അല്ല, ഇപ്പൊ ചാനലിലൊക്കെ വാർത്ത വന്ന് പങ്കെടുക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ചോദിച്ചു. ചാനലിലെ വാർത്ത എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ ജിഫ്രി തങ്ങൾ പറഞ്ഞെടുത്തു. ജിഫ്രി തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കൊല്ലത്ത് പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ ഓണംപള്ളി തിരുവനന്തപുരത്ത് പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് ചോദിക്കാൻ കാരണം അല്ല, എന്തൊക്കെയാ ശാരീരികമായ പ്രയാസം ഉണ്ടാവും. തങ്ങൾ പറഞ്ഞല്ലോ അത് എല്ലാവർക്കും വിളിക്കുന്ന പരിപാടി പങ്കെടുക്കാൻ പറ്റുമെന്ന് ആരാ പറഞ്ഞത്? പത്രക്കാരോട് ചോദിച്ചല്ലോ. നിങ്ങൾ വിളിക്കുന്ന കല്യാണത്തിന് എല്ലാത്തിനും നിങ്ങൾ പോകാൻ പറ്റുമോ? അല്ല, നിങ്ങൾ ബഹിഷ്കരിക്കുന്നുണ്ട്, പിന്നെ പങ്കെടുക്കുന്നുണ്ട്. അന്ന് ആരാ പറഞ്ഞേ? ബഹിഷ്കരിക്കാൻ ഓടിങ് സഹകരിക്കുന്നില്ലല്ലോ, പിന്നെ അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു കരണം മറിച്ചിലാട്ടോ സുഹാബികളുടേത്. ശാരീരിക അസ്വസ്ഥത കൊണ്ട് ആണ് ഇതുവരെ ദിവസങ്ങൾ പങ്കെടുക്കാത്തത്. ഇയാൾക്ക് നിശ്ചയിക്കപ്പെട്ടൊരു പോയിന്റ് ഉണ്ടായിരുന്നു പ്രസംഗിക്കാൻ, അവിടെ ഇയാൾ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഇയാൾക്ക് ശാരീരിക അസ്വസ്ഥതയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ പങ്കെടുക്കും എന്നുള്ള കാര്യം. അതായത് പാണക്കാട് തങ്ങന്മാരും കുഞ്ഞാലിക്കുട്ടിയും ഉസ്താദുമാരൊക്കെ ആയിട്ട് ചർച്ച നടത്തി, എന്നിട്ട് പിന്നെ എന്നെ, അതായത് മൂപ്പരെ അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ ആക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ശാരീരിക അസ്വസ്ഥത ഒക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ച് അടുത്ത ദിവസം തന്നെ കൂടത്തായി പങ്കെടുക്കാൻ പോവുകയാണ്. എല്ലാ ചങ്ങായിമാരെ നിങ്ങൾ എന്തിനേന് ബഹിഷ്കരിച്ചിന്? അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? 2 ദിവസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. എന്തിനാണ് നിങ്ങൾ ബഹിഷ്കരിച്ചത്? ഒന്ന് പാണക്കാട് നിന്ന് പതാക കൈമാറാത്തതിന്. അങ്ങനെ ഒരു അജണ്ടയെ സമസ്തയിലില്ല. അത് നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി വിളിച്ചിട്ട് അപ്പം അറേഞ്ച് ചെയ്താൽ അതിന് സമ്മതിച്ചില്ല. നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടി നടക്കട്ടെ എന്നാണ് ഉസ്താദുമാർ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് നിങ്ങൾ ബഹിഷ്കരിച്ചത്, മറ്റൊന്ന് ഉമർ ഫൈസിയെ ഡയറക്റ്റാക്കിയതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഭയങ്കര രസമുണ്ട്. ഒന്ന്, ഈ പാണക്കാട് കൊടപ്പനക്ക് പോയിട്ട് പിന്നെ പതാക കൈമാറി തിരിച്ചു വന്നാലേ ഇവരിതിൽ പങ്കെടുക്കാൻ പാടുള്ളൂ, ഇവരുടെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ. അതെന്തായാലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പോകണില്ല. മറ്റൊന്ന്, അസിസ്റ്റൻ്റ് ആകുന്നത് അസിസ്റ്റൻ്റാണ്? ഡയറക്ടറായ ഉമർ ഫൈസിൻ്റെ അസിസ്റ്റൻ്റാണ്. അപ്പോൾ ഡയറക്ടറെ തന്നെ പറ്റാത്ത ആളുകൾക്ക് ആ ഡയറക്ടറുടെ പെട്ടി ചുമക്കുന്ന പണിയാണ് അസിസ്റ്റൻറ്റിൻ്റെ പണി. ആ പണി തന്നാലും മതി, ഞങ്ങൾ കൂടാ എന്ന് പറയുന്നത് നിങ്ങളെ നിലപാട് എവിടെ പോയി ചങ്ങായിമാരെ? അതിലൂടെ ഉമർ ഫൈസിക്ക് അള്ളാഹു കൊടുത്തൊരു ആദരവ് നോക്കി നിങ്ങൾ. ആ ഉമർ ഫൈസിനെ പറ്റൂല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ ആ ഉമർ ഫൈസിൻ്റെ അസിസ്റ്റൻ്റ് ആക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടല്ലേ അവസാനം വന്നത്. എന്താണ് അവസ്ഥ നോക്കണം നിങ്ങൾ. എന്തെങ്കിലും ഒരു അന്തം വേണ്ടേ? എന്നിട്ട് ഇവരോട് തന്നെ, ഇവരുടെ ആളുകൾക്ക് തന്നെ വിദ്വേഷം. ഒരു ഹുദവിയുടെ ഫേസ്ബുക്കിലെ ഇയാളുടെ അടിയിൽ കുറിപ്പ് നോക്കി നിങ്ങൾ. ഒരു ഉദവിയാണത്, ഇസ്മായിൽ എന്ന് പറയുന്നത്. ആ ഇസ്മായിൽ ഉദവി പറയാണ്, ഉമർ ഫൈസി ബാത്റൂമിൽ പോകുമ്പോൾ ലൈന് നന്നാക്കാം. അപ്പോൾ ഇയാളോടുള്ള അമർഷം അവർ രേഖപ്പെടുത്തുകയാണ്. അവരെ അസ്വസ്ഥരാണെന്ന് അർത്ഥം. കാരണം ഇത്രയും ദിവസം ഈ യാത്രക്കെതിരെ പ്രചണ്ഡമായ ദുഷ്പ്രചരണങ്ങൾ നടത്തിയത് ഈ നാസർ ഫൈസിനെ പോലത്തെ ആളുകളുടെ വാക്ക് കേട്ടിട്ടാണ്. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങളങ്ങോട്ട് ചാടിക്കയറുമ്പോൾ ഇവരെ കാര്യങ്ങൾ ആലോചിക്കണ ചങ്ങായിമാരെ. ഈ ചങ്ങായിമാർ എത്ര ദിവസമായി ഇതിനു വേണ്ടിയിട്ട് പണിയെടുക്കണേ? ഞങ്ങളുടെ നാട്ടിൽ ഒരാളുണ്ടേനി, അയാൾ കുറച്ച് ആളുകളെ, അയൽവാസികളൊക്കെ വിളിച്ചു ചേർത്തിട്ട് ഒരു സമരം നയിച്ചു. എന്തിനാ സമരം എന്നറിയോ? ഗ്യാസ് കുറ്റി വീട്ടിൻ്റെ മുറ്റത്ത് എറിഞ്ഞിട്ട് പോലാണ് സാധാരണ. ഇത് നിയമപ്രകാരം ഗ്യാസ് കുറ്റി കൊണ്ടുവന്ന് നമുക്ക് ഫിറ്റ് ചെയ്ത് തരണമെന്നാണ് നിയമം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായി, സമരം നടത്തി. അങ്ങനെ ഇയാളുടെ നേതൃത്വത്തിലാണ് കേട്ടോ സമരം. അങ്ങനെ സമരം അധികാരികളുടെ കണ്ണു തുറപ്പിച്ചു. അവരെന്തായി, രഹസ്യമായിട്ട് ഇയാളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കുറ്റിയാൻ ഞങ്ങളെന്താക്കുക, തൽക്കാലം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചുതരാം, മറ്റുള്ളവരുടെ എല്ലായിടത്തും കൊണ്ടുവയ്ക്കൽ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കത് അതല്ലേ വേണ്ടത്, നിങ്ങളെ കാര്യം പരിഹരിച്ചു തരാം, സമരത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ സമ്മതിച്ചു. പിറ്റേന്ന് മുതൽ സമരമില്ല. ബാക്കിയുള്ളവർ സമരത്തിന് രാവിലെ 9 മണിക്ക് പോയി നോക്കുമ്പോൾ ഇയാൾക്ക് സമരമില്ല.
അത് നമുക്ക് അവസാനിപ്പിക്കാം, അതിനി വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അന്വേഷിച്ച് നോക്കിയപ്പോൾ എന്താണ്, ഇയാളെ കുറ്റി ഫിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇത്രയും ദിവസം സമരത്തിന് പോയി ഈ അയൽവാസികൾ നാട്ടുകാരോ ഓല് സസ്യായി. ഇതേ അവസ്ഥയാണ് നിങ്ങൾ സ്വഹാബികളെ കൊണ്ടുപോയി ഈ ഉദവികളെയും മറ്റൊക്കെ കൊണ്ടുപോയിട്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അവരുടെ തീരുമാനങ്ങൾ, അവരുടെ കാര്യം നിങ്ങൾ കൂടി ഒന്ന് നോക്കണ്ടേ. ദാറുൽ ബ്രാഞ്ചത്തെ കുട്ടികളെ പോലും മുടക്കി, 200ഓളം കുട്ടികൾ പങ്കെടുക്കുക തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ അവസാന ലാക്കിൽ വെച്ചുകൊണ്ട് ആ ദാറുൽ ബ്രാഞ്ചിലെ കുട്ടികൾ പോലും വന്നില്ല. അവിടുത്തെ പ്രിൻസിപ്പൾ അയച്ചില്ല. പ്രിൻസിപ്പൾക്ക് വിളിച്ച് നോക്കിയപ്പോൾ പറഞ്ഞത് ഫോൺ റെക്കോർഡൊക്കെ ഉണ്ട് കേട്ടോ, ഫോൺ റെക്കോർഡൊക്കെ ഉണ്ട്, അത് ആവശ്യമാണെങ്കിൽ പുറത്തു വിടും. ബഹാവുദ്ദീൻ നദ്വി ദാറുൽ നിന്ന് നേരിട്ട് മുടക്കിയതാണ്, വിളിച്ച് മുടക്കിയത്. ഒക്കെ മാലോകരറിയട്ടെ, മാലോകരിതൊക്കെ അറിയട്ടെ. അപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ആ പ്രിൻസിപ്പളെ നിഷേധിക്കട്ടെ. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്നിട്ട് ഇപ്പോൾ മലക്ക് മറിയാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പിടുത്തം വിട്ട റാലിയായി, ജാഥയായി, സന്ദേശയാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സകല രാഷ്ട്രീയക്കാരും സയ്യിദുൽ ഉലമയുടെ തലങ്ങും വലങ്ങും. അതിൽ പ്രതിപക്ഷ നേതാവുണ്ട്, ചെന്നിത്തലുണ്ട്, സകല മന്ത്രിമാരുണ്ട്. എന്തിനേറെ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തു. മുരളി സാറ് പങ്കെടുത്തു, മുരളീധരൻ അദ്ദേഹമൊക്കെ പങ്കെടുത്ത് അതിൻ്റെ ആരവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞ് ഓരോ ദിവസം കൂടും തോറും ഇതിൻ്റെ പ്രചരണവും പ്രയാണവും ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജില്ലയിൽ ഒരു കേന്ദ്രമാണ് ഉള്ളതെങ്കിലും ഈ യാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ ജനങ്ങൾ നിന്ന് ഫ്ലാഗ് വീശിയാണ്. അവിടെയൊക്കെ തങ്ങളൊന്ന് ചെറുങ്ങനെ സൈഡാക്കി കൊടുക്കുക, എന്നിട്ട് തങ്ങൾ കൈ കൊടുക്കുക, അതുപോലെ തന്നെ സലാം പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തങ്ങൾ ചെയ്യുക. അപ്പോൾ ആ പ്രവർത്തകരിൽ ആവേശം ചൊരിയുക. ഉപനായകന്മാർ അതിൻ്റെ പിന്നിൽ വരിക, അവരെയും കാണുക. എന്നിട്ട് യാത്രകളിങ്ങനെ കടന്നു പോകുമ്പോൾ നാഗർകോവിൽ കഴിഞ്ഞു, തിരുവനന്തപുരം കഴിഞ്ഞു, ഇടുക്കി കഴിഞ്ഞു, പത്തനംതിട്ട കഴിഞ്ഞു, കൊല്ലം കഴിഞ്ഞു, ആലപ്പുഴ കഴിഞ്ഞു. ആലപ്പുഴയിലെത്തിയപ്പോൾ വൻ ജനാവലിയാണ്. ഒരു സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെ പ്രതീതിയാണ് പത്തനംതിട്ടയിൽ ഉണ്ടായത്. അത്രയും ജനാവലി. തങ്ങളിങ്ങ് വന്നപ്പോൾ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ജനസാഗരം തടിച്ചുകൂടാണ്. മലബാറിലെ പോലെയല്ല അവിടെ എന്ന് പറഞ്ഞാൽ തങ്ങൾ എപ്പോഴും പരിപാടിക്കൊന്നും പങ്കെടുക്കാത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ തങ്ങളൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ, ഇത് വാർത്തകളിലൂടെ മറ്റൊക്കെ അല്ലേ തങ്ങളെ കാണുന്നത്, അപ്പോൾ തങ്ങളൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി ജനസാഗരം തടിച്ചുകൂടാണ്. എന്തിന് ഹിന്ദുക്കൾ പോലും, ഒരു ചേട്ടൻ്റെ സുപ്രഭാതത്തിൽ ഒരു അഭിമുഖം കണ്ടു, തങ്ങളെ കാണാൻ വേണ്ടി മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യുകയാണ് അയാൾ. ഒരു ഹൈന്ദവനായ സഹോദരൻ. നോക്ക് നിങ്ങൾ, അത്രത്തോളം സ്വാധീനം കേരളത്തിൽ വരുത്തി എന്ന് മനസ്സിലായപ്പോൾ, ഇതിൻ്റെ ഒപ്പം കൂടിയിട്ടില്ലെങ്കിൽ നമ്മളാകെ ഇല്ലാതാകും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ചാടിക്കയറ്റമുണ്ടായത്. സുഹൃത്തുക്കളെ സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾ വരണം. നിങ്ങളെ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവിധ താഴ്ചയും താന്നത്. നമ്മുടെ ഉസ്താദുമാരൊക്കെ താന്നതിൻ്റെ അപ്പുറം താന്നു. നോക്കൂ, നമുക്കൊന്നത് സഹിക്കണില്ല. ഉസ്താദുമാരെ ഇത്രയും ചെറുതാക്കുന്ന ഇവരുടെ പ്രവണത നമുക്കൊന്നും സഹിക്കണില്ല. പക്ഷേ ഉസ്താദുമാർ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു. എന്നാലെങ്കിലും ഇവരൊന്ന് നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം ആ സ്ഥാനവും കൊടുത്തു. ഇനിയെങ്കിലും നിങ്ങളൊന്ന് സമസ്തൻ്റെ കൂടെ നിന്നാൽ മതി. മനസ്സിലായോ? ഇനിയും ഈ കപ്പൽ കയറിയിട്ട് ഈ കപ്പലിന് ദ്വാരിടാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നിങ്ങളെ ഒരിക്കലും ഇതിൻ്റെയൊക്കെ അടുക്കാൻ പറ്റാത്ത വിധം വലിച്ചെറിയും. ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്താണ്.
ഇപ്പോൾ ഓരോരുത്തരായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. നാസർ ഫൈസി തൻ്റെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ പരിപാടിയിൽ സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചപ്പോൾ അത് വളരെ പുളകിതരാക്കിയിട്ടുണ്ട് ഒരു വിഭാഗത്തിനെ. ഒരു വിഭാഗം സ്വഹാബികൾക്ക് തന്നെ അത് അരിശമുണ്ടാക്കിയിട്ടുണ്ട്. അത് അവരുടെ ഗ്രൂപ്പുകളിൽ പ്രകടമാണ്. എപ്പോഴും സമസ്തക്കെതിരെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സന്ദേശയാത്രക്കെതിരെ, ജിഫ്രി തങ്ങൾക്കെതിരെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ നടത്തിയിട്ട് അവർ സ്വയം എങ്കിലും വീട്ടിൽ ആശ്വാസം കൊള്ളുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതാണ് കേൾക്കുന്നത്, സമസ്തൻ്റെ സന്ദേശയാത്രയും അതിൻ്റെ പോരിശകളുമാണ് കേൾക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഈ മൊബൈൽ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു ഗ്രൂപ്പിൽ തന്നെ ഇരുന്നിട്ട് പണ്ടൊരു രാഷ്ട്രീയക്കാരൻ അയാളെ പത്രം മാത്രമേ വായിക്കുള്ളൂ അയാൾ. കാരണം മറ്റുള്ള പത്രങ്ങൾ വായിച്ചാൽ പാർട്ടിക്കെതിരായ കാര്യങ്ങൾ കാണും. അതുകൊണ്ട് അയാളെ പത്രം മാത്രമേ അയാൾ വായിക്കുള്ളൂ. ഇതേപോലെ ഈ റൂം മാത്രമേ ഇവർ തുറക്കുള്ളൂ. കാരണം മറ്റുള്ള വാർത്തകൾ കാണുമ്പോൾ സഹിക്കാൻ പറ്റണില്ല, പത്രം തുറന്നു നോക്കുമ്പോൾ സഹിക്കാൻ പറ്റണില്ല. എല്ലായിടത്തും സന്ദേശയാത്രയാണ്, 100-ാം വാർഷികമാണ്, എങ്ങനെ ഞങ്ങൾ സഹിക്കും? ഇതാണ് അവസ്ഥ. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. പാണക്കാട് തങ്ങന്മാർ ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞു. പാണക്കാട് തങ്ങന്മാർ ബഹിഷ്കരണം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയത് ഇപ്പോൾ നാസർ ഫൈസിയെ അസിസ്റ്റൻ്റ് ഡയറക്ടറാക്കിയതിൻ്റെ പേരിലാണോ എന്നറിയാനും കൂടി താല്പര്യമുണ്ട്. അതായിരുന്നോ ആവശ്യം? നാസർ ഫൈസി അസിസ്റ്റൻ്റ് ഡയറക്ടറാക്കിയതിൻ്റെ പേരിലാണ് അവർ ബഹിഷ്കരണം ഒഴിവാക്കിയത് എന്ന് കൂടെ അറിയാൻ താല്പര്യമുണ്ട്. അതും ഒരു കോമഡിയാണ്, മൊത്തത്തിലൊരു നാടകമാണ്. അപ്പോൾ എല്ലാവരും നല്ല മനസ്സോടെ സമസ്തയുടെ പിന്നിൽ അണിയുറച്ച് നിന്ന്, നേതാക്കന്മാരുടെ പിന്നിൽ അടിയുറച്ച് നിന്ന്, കുപ്രചരണങ്ങളില്ലാതെ ദുഷ്പ്രചരണങ്ങളില്ലാതെ സത്യസന്ധമായി സത്യം പറഞ്ഞ് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.